വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രൈഡ് ഓണിയൻ ചിക്കൻ മസാലയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഏതാന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് യുവർ റെനീഷ് മറീന. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരിങ്കായം, പിന്നെ ചിക്കൻ മസാല, ഇത് പിന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ മുകളിൽ ലേശം ഉപ്പും സോയാ സോസും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം കൈ കൊണ്ട് തേച്ച് പിടിപ്പിച്ച് നമുക്ക് കുക്കറിൽ ജസ്റ്റ് ഒരു വിസിൽ വരുമ്പോഴേക്കും ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ ചട്ടി വെച്ച് ആദ്യം നമ്മൾ ഒരു 2 വലിയ ഓണിയൻ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഏതാണ്ട് ഫ്രൈ ഒക്കെ ആയി വന്നു. അത് മാറ്റി ആ എണ്ണയിൽ തന്നെ നമ്മൾ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ബിരിയാണി സ്പൈസസ് കുറച്ച് ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒന്ന് ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ സബോള ആഡ് ചെയ്ത് കൊടുക്കുന്നു. സബോള കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ഒരു 4 സബോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം വഴണ്ടി വരണം, നമുക്ക് ലൈക്ക് ക്രിസ്റ്റൽ അതുപോലെ നമുക്കിത് നല്ലോണം വഴണ്ടി വരണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചു. അപ്പോൾ അതേ നമ്മുടെ സബോളയൊക്കെ ഏതാണ്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒരു 2 മിനിറ്റ് നല്ലോണം വഴറ്റി കൊടുത്തിട്ട് നമുക്ക് മസാല ആഡ് ചെയ്യാം. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ സ്പൈസസ് ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, അതുപോലെ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് നല്ല പോലെ ഞാനിത് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം വഴറ്റി കൊടുത്തിട്ട് ദേ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തു. ടൊമാറ്റോ സ്മാഷായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പാട് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോയ ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത ആ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല പോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം വറ്റിച്ചെടുക്കും വേണം. അപ്പോൾ അത് ഏതാണ്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രൈഡ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രൈഡ് ഓണിയൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു മിനിമം ഒരു 7-8 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നല്ല പോലെ തന്നെ. അപ്പോൾ അത് ഏതാണ്ട് നമ്മൾ നല്ല പോലെ വഴറ്റി കൊടുത്തു. ഇതിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഫ്രൈഡ് ഓണിയൻ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ പീസ് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്താലേ നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നറിയാം. അപ്പോൾ ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പീസ് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഗായ്സ്, സൂപ്പറായിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസും കൂടി എടുത്ത് നമ്മളൊന്ന് കഴിച്ച് നോക്കുകയാണ്. ടേസ്റ്റ് എന്ന് പറയാൻ നമ്മൾ ഫ്രൈഡ് ഓണിയൻ, സോയ, ഇതിൻ്റെ ഒക്കെ ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പൈസി, അത്ര സ്പൈസി അല്ല എന്നിട്ട് സ്പൈസി ഉണ്ടോയെന്ന്. അപ്പോൾ ഇത്ര. So hope you guys all enjoyed the today's chicken masala vlog. See you on next vlog. Till then, bye bye.